ആയിരിക്കുന്ന തോട്ട് പാറ്റേൺ, ആ രീതിയിലുള്ളതായിരിക്കുന്ന വിചാരധാര അതെങ്ങനെയുണ്ടാവണമെന്നറിയോ? കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് നമുക്കിഷ്ടമില്ലാത്ത, നമുക്ക് ശരിയല്ലെന്ന് തോന്നുന്ന ഓരോ കാര്യം കാണുമ്പോഴും മനസ്സ് ആ കാര്യത്തിനോട് പ്രതികരിക്കാൻ തുടങ്ങും. പോസിറ്റീവ്ലി അല്ല, നെഗറ്റീവ്ലി. ഇഷ്ടമില്ലാത്ത കാര്യത്തിന് പോസിറ്റീവായിട്ട് പ്രതികരിക്കാറില്ലല്ലോ, നെഗറ്റീവ്ലി പ്രതികരിക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ അർത്ഥം ആ കാര്യത്തിന് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും അതിനെ എതിർക്കാനുള്ളതായിട്ടൊരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വരും. ഒരു കാര്യത്തെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യപ്പെടും. ഒരു പ്രാവശ്യം ഒരു കാര്യത്തെ എതിർത്തു, രണ്ടാമത്തെ കാര്യത്തെ എതിർത്തു, ഓരോ പ്രാവശ്യവും ഒരു നെഗറ്റീവായിരിക്കുന്ന തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ലോ ഓഫ് വൈബ്രേഷൻ്റെ പ്രിൻസിപ്പിൾ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നെഗറ്റീവായിരിക്കുന്ന ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട്, സന്ദർഭങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അവർ ചെയ്യുന്ന കാര്യം ശരിയല്ലാതിരിക്കാം, അതിന് നേരെ തന്നെ ആയിരിക്കും നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കുക. വാട്ട് എവർ ഇറ്റ് മേ ബി, എൻ്റെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുവെങ്കിൽ അതൊരിക്കലും പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. ദേഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു പവർഫുൾ ആയിരിക്കുന്ന നെഗറ്റീവ് തോട്ട് എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതനുസരിച്ച് ഈ ശരീരത്തിനുള്ള ഓരോ കണങ്ങളും ആ നെഗറ്റീവ് എനർജീനെ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ശരീരത്തിൻ്റെ ഉള്ളിലെ കണങ്ങൾ മാത്രമല്ല, അതിനുണ്ടാവുന്നതായിരിക്കുന്ന വൈബ്രേഷൻ കൊണ്ട്. ഓറയെക്കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോ നമ്മൾ മുന്നിട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. സങ്കല്പങ്ങൾ കൊണ്ട് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നതായിട്ടുള്ള കാന്തത്തിൻ്റെ ചുറ്റും കാന്തിക മണ്ഡലം എന്ന പോലെ സങ്കല്പങ്ങൾ കൊണ്ട് നമുക്ക് ചുറ്റും ഉണ്ടാവുന്നതായിരിക്കുന്ന ഒരു പ്രകാശത്തിൻ്റെ പ്രഭാമണ്ഡലമുണ്ട്. അതിനെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത്, ഊർജ്ജമണ്ഡലം. ആ ഊർജ്ജമണ്ഡലത്തിൽ മുഴുവൻ അതിൻ്റെ പ്രകമ്പനങ്ങൾ, അതിലുണ്ടാകുന്നതായിരിക്കുന്ന ആ സമയത്ത് നമ്മളുള്ളിൽ ഉണ്ടാകുന്ന ഇമോഷൻസിൻ്റെ ഡെപ്ത് അനുസരിച്ച്, അതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് അത് അത്രയും കൂടുതൽ ഏരിയയിലേക്ക് ആ നെഗറ്റീവ് വൈബ്രേഷൻ സ്പ്രെഡ് ആവുകയും ചെയ്യും. എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നെഗറ്റീവ് ആയിരിക്കുന്ന വൈബ്രേഷൻ സ്പ്രെഡ് ആവുമ്പോൾ എന്തുകൊണ്ട് എന്നത് അവിടെ നിൽക്കട്ടെ, അതിന് നമുക്ക് യാതൊരു വിധമായിട്ടുള്ള സൊല്യൂഷനും ഇല്ല. എൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ സാധനം അത് നെഗറ്റീവ് ഫീലിംഗ് ആണെങ്കിൽ അത് ഇറിറ്റേഷനാവാം, സങ്കടമാവാം, അല്ലെങ്കിൽ ദേഷ്യമാവാം, അമർഷമായിരിക്കാം, എന്തെങ്കിലും രീതിയിലുള്ളതായിട്ടുള്ള നെഗറ്റീവ് ആയിരിക്കുന്ന സ്ട്രോങ് ആയിരിക്കുന്ന ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഓരോരോ കണങ്ങൾ പോലും നെഗറ്റീവ് എനർജി സ്വീകരിക്കും. ഇതിൻ്റെ ശരീരത്തിൻ്റെ ചുറ്റുമുള്ളതായിട്ടുള്ള ഊർജ്ജ മണ്ഡലത്തിൽ നെഗറ്റീവ് എനർജിയുടെ അട്രാക്ഷൻ വരാൻ തുടങ്ങും. സ്വാഭാവികമായിട്ട് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമ്മളിലേക്ക് എഗെയിൻ അതേ ഫീലിങ്സ് അഥവാ ആ ടൈപ്പ് എനർജി നമ്മളുള്ളിലേക്ക് ആവാഹിക്കപ്പെടുകയും ചെയ്യും. ഒരു പ്രാവശ്യം ദേഷ്യം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമതൊരു പ്രാവശ്യം ദേഷ്യം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ കാര്യത്തിന് നേരെ നമുക്ക് അനിഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നു. ഓരോ പ്രാവശ്യം ഇത്തരം ഫീലിങ്സ് ഉണ്ടാവുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് തോട്ട് പാറ്റേണിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു, പോസിറ്റീവിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും കടന്നു പോകുമ്പോൾ നമ്മളുള്ളിൽ ഉണ്ടായതായിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിരിക്കുന്ന ഫീലിങ്സിൻ്റെ ആധാരത്തിൽ നമ്മുടെ ഈ ശരീരത്തിലെ കോശങ്ങളും അല്ലെങ്കിൽ ഈ സൂക്ഷ്മമായിരിക്കുന്ന ശരീരവും ഊർജ്ജമണ്ഡലവും എല്ലാം ആ രീതിയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വേണ്ടതും വേണ്ടാത്തതുമായിട്ട് രീതിയിലുള്ള പ്രതികരണങ്ങൾ നെഗറ്റീവായിട്ട് നമ്മളുള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരൊറ്റ പോംവഴി മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് സ്വയം നമ്മളെ അല്ലാതെ ലോകത്ത് ആരെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. മലയാളത്തിലൊരു ചൊല്ലെന്നെ പറയും, 1000 കുടത്തിൻ്റെ വായ കെട്ടാം, അര മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റില്ല എന്ന് പറയും. ഒരാൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ സംസാരിക്കണം, നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ പ്രവർത്തിക്കണം, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അവർ മാറണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ മാറിയേക്കാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം, രണ്ടും സംഭവിക്കാം. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഇന്ന പോലെ പെരുമാറണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നിടത്തോളം ഞാൻ എപ്പോഴും ആ പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും അവരുടെ അടുത്ത് പെരുമാറുന്നുണ്ടാവുന്നത്. ആ പ്രതീക്ഷയോട് ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ രീതിയിൽ, അതായത് ഞാൻ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ മനഃചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവരുടെ ഒരു പെരുമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ളതായിട്ടുള്ള മിസ് മാച്ചിങ് നമ്മളുടെ ഹൈലി നെഗറ്റീവായിരിക്കുന്ന എനർജി എഗെയിൻ ക്രിയേറ്റ് ചെയ്യും. ഇതുണ്ടാവാതിരിക്കാൻ എന്ത് വേണം? അവരാരോ ഒരു കാര്യം ഉറപ്പാണ് എനിക്ക്, ഈ ഭൂമിയിൽ 2 വ്യക്തികൾ ഒരേപോലെ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. കുറച്ചെങ്കിലും വ്യത്യാസമില്ലാത്ത സാമ്യമുള്ളവരൊക്കെ ഉണ്ടാവും. ശരീരത്തിൻ്റെ മാത്രമല്ല, സംസ്കാരത്തിലാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും
സംസ്കാരത്തിൽ സാമ്യമുള്ള ആളുകളെ നമുക്ക് കാണാം, ഇഷ്ടാനിഷ്ടങ്ങളിൽ സാമ്യമുള്ള ആളുകളെ നമുക്ക് കാണാം. പക്ഷേ ഇഷ്ടാനിഷ്ടങ്ങൾ ഒരുപോലെ ആയിരിക്കുന്ന ആളുകൾ അത് വളരെ റയറായിട്ട് സാമ്യം ഉണ്ടാവും. രണ്ടും സിമിലർ എന്ന് പറയുന്ന ആരും ഈ ഭൂമിയിലില്ല, ഈ പ്രപഞ്ചത്തിലേ ഇല്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഇന്നുള്ളതായിരിക്കുന്ന 750 കോടി ആത്മാക്കളും 750 കോടി പേഴ്സണാലിറ്റീസും 750 വെറൈറ്റിയാണ്. ആ വെറൈറ്റീനെ ഞാൻ വിചാരിക്കുകയാണ് എന്നെപ്പോലെ ഇവരാവണം, അതുപോലെ അവരാവണം, അങ്ങനെ പാടുള്ളൂ എന്ന് ഞാൻ നിശ്ചയിക്കുന്നതോടെ എൻ്റെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് റെസ്പോൺസ് കൂടാൻ തുടങ്ങും. നഷ്ടം ഉണ്ടാവുന്നത് എൻ്റെ ഉള്ളിലെ എനർജി നെഗറ്റീവ് ആവും, എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന നെഗറ്റീവ് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും, നോ ഡൗട്ട്. അതുകൊണ്ട് ഒറ്റ പോംവഴിയുള്ളൂ, ആക്സെപ്റ്റ്. എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം? ഓരോരുത്തരും അവരായിക്കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കരുത്, ആർക്കൊന്നും തിരുത്തരുത് എന്നല്ല. തിരുത്താവുന്ന ഭാഷയിൽ, തിരുത്താവുന്ന ഊർജത്തിലുള്ള പല വിധികളുണ്ട്. സ്ഥൂലത്തിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ സ്നേഹത്തോടെ, റെസ്പെക്റ്റോടെ നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാം. ചില ആളുകൾ നമ്മൾ പറഞ്ഞാൽ മാനിച്ചോളണമെന്നില്ല. അവർക്ക് നിരന്തരമായിട്ടുള്ള വൈബ്രേഷൻ കൊണ്ട് അവരുള്ളിൽ ആ ഒരു ചേഞ്ച് വരുത്താൻ നമുക്ക് ശ്രമിക്കാം. പക്ഷെ ഞാൻ കണ്ടീഷൻ പറയുകയാണ്, ഒരാൾക്ക് ഒരു പരിവർത്തനം വരുത്തണം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവരുടെ വിധി എഴുതുന്നതാണ് ഞാനാന്ന് വിചാരിക്കരുത്. മീൻസ് ഞാനിങ്ങനെ അവരെ മാറ്റിയിരിക്കുമെന്നും അതുപോലെ അവർ പ്രവർത്തിക്കുമെന്നും ഉള്ളതായിരിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ മേലെ നമ്മുടെ പൂർണ്ണാധികാരം കൊണ്ടുവരാൻ നോക്കരുത്. അവരും വ്യക്തിയാണ്, അവരും ഇൻഡിവിജ്വലാണ്. അവർക്ക് അവരുടെ ഇഷ്ടം ഉണ്ടാവും, അവരുടെ അനിഷ്ടം ഉണ്ടാവും. നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, നല്ലതെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ആരുമായിട്ടും നമുക്ക് പങ്കുവെക്കാം. പക്ഷെ കണ്ടീഷൻ ഇടരുത്, ഇത് പ്രകാരം നീ ജീവിക്കാവൂ എന്ന് പറയാനുള്ള റൈറ്റ് നമുക്ക് ആർക്കുമില്ല. ഒരു പൂന്തോട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു റോസാപ്പൂമ തന്നെ ഒരേ ചെടിയിൽ തന്നെ പല പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് ആ പൂക്കളിൽ തന്നെ നോക്കിയാൽ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവാം, നിറത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, എതളുകളുടെ സെറ്റിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും, ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെയാണോ ഈ പ്രപഞ്ചത്തിൽ ഇത്രയും വെറൈറ്റി ആയിരിക്കുന്ന പുഷ്പങ്ങളാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ആ റെസ്പെക്റ്റോടെ കണ്ടു നോക്ക്. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കാം, പക്ഷെ പ്രപഞ്ചത്തെ നമ്മളിൽ ജീവിക്കാൻ അനുവദിക്കരുത്. നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുമ്പോൾ അതേസമയം അവരെ അവരായിട്ട് കാണാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഓക്കെ ഞാനുമായിട്ട് ആശയത്തിൽ ചേരാത്തൊരാൾ എന്ന് കരുതിയിട്ട് അവർ മോശം, ഞാൻ നല്ലതെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, അവരുടെ ആശയം അതാണ്, എൻ്റെ ആശയം ഇതാണ് എന്ന് കരുതിക്കൊണ്ട് ഓക്കെ ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഞാൻ അവർ പറയുന്ന പോലെ ചെയ്യണമെന്നില്ല, ഞാൻ പറയുന്ന പോലെ അവർ ചെയ്യണമെന്നില്ല. ഇത്രയും ഒരു സഹിഷ്ണുത കൊണ്ടുവന്നാൽ പോലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആക്സെപ്റ്റൻസിൻ്റെ ഫീലിംഗ് ആയി. ഇനി അഥവാ ജീവിതത്തിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ സംഭവിച്ചാൽ ഒരാളുടെ ഉള്ളിൽ നിന്ന് എനിക്കെല്ലാം നല്ലതേ സംഭവിക്കൂ എന്ന ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ, സപ്പോസ് ആ സമയത്ത് മോശമായിട്ട് തോന്നുമെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ നല്ലതേ സംഭവിക്കൂ, അതിൽ യാതൊരു സംശയവുമില്ല. ടൈം ബീയിങ്ങിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഏതെങ്കിലും ശരീരഭാഗത്ത് എന്തെങ്കിലും വ്രണങ്ങളോ അല്ലെങ്കിൽ മുഴകളോ ഉണ്ടെങ്കിൽ അത് ഡോക്ടർ എടുത്തു മാറ്റുമ്പോൾ സമയത്ത് വേദന ഉണ്ടാവുന്നു, പക്ഷെ നമുക്ക് 100% ഉറപ്പാണ് ഇത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർ ചെയ്യുന്നത് എന്ന്. ഇൻ ദ സെയിം വേ ഈശ്വരനാകുന്ന സുപ്രീം സർജൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, വിഷമങ്ങൾ തരുന്നുണ്ടെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന സംസ്കാരത്തിലെ ഏതെങ്കിലും ഒരു മോശമായിട്ടുള്ള ഘടകം അഥവാ കർമ്മക്കണക്കിൻ്റെ ഏതെങ്കിലും മോശമായിരിക്കുന്ന ഘടകത്തെ ഇല്ലാതാക്കി മാറ്റാൻ വേണ്ടിക്കൊണ്ട് മാത്രമാണ് അത്തരമൊരു സാഹചര്യം ലൈഫിൽ വരുന്നത്. നന്മയെ ഓർമ്മിപ്പിക്കാൻ, തെറ്റുകളെ തിരുത്താനുള്ളതായിരിക്കുന്ന അവസരമാണ്. ആ അവസരത്തിന് ഒരിക്കലും മോശം എന്ന് കാണേണ്ട കാര്യമില്ല. ഒരു വിത്തിന് മുളച്ച് ചെടിയായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചളിയിൽ പൊതഞ്ഞു കിടക്കണം, അത് തണുത്ത് വെറുങ്ങലിക്കണം, അത് കുതിർന്ന് ഉതിരണം, അപ്പോഴേ അതിനുള്ളിൽ വിത്ത് മുളച്ച് പുറത്ത് വരുന്നത്. അതുപോലെ ജീവിതത്തിൽ പലപ്പോഴും ചളിയിൽ പൊതയേണ്ടി വരുന്നുണ്ടെങ്കിൽ, തണുത്ത് വെറുങ്ങലിച്ച് നിങ്ങൾക്ക് മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ് എന്ന് ഉറപ്പിച്ചോളൂ. അതുകൊണ്ട് ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ആയി, ഞാൻ നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ, എനിക്കെന്ത് ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു 100 ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റിന് കട്ട് ചെയ്തിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പറയുക ഇതിൻ്റെ നന്മ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ ആക്സെപ്റ്റൻസ് എന്നതായിരിക്കുന്ന ഒരൊറ്റ വാല്യൂ നിങ്ങൾ കൊണ്ടുവന്നാൽ ഈശ്വരൻ്റെ ഈ രചനയിൽ ഇത്രയും വെറൈറ്റി ആയിരിക്കുന്ന ആത്മാക്കൾ
ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, എൻ്റെ ശരി ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അഥവാ ഞാൻ പഠിച്ച ശരി, ഈശ്വരൻ്റെ ശരി ഞാൻ അറിഞ്ഞു, ഞാൻ സ്വീകരിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു. അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട. ഈ രീതിയിൽ ആരുടെ മേലെയും പ്രഷർ ഇടാത്ത ഒരു സംസ്കാരം, ഒരു ഈസി നേച്ചർ കൊണ്ടുവന്നാൽ ആക്സെപ്റ്റൻസ് എളുപ്പമായിരിക്കും. അവിടെ മനസ്സിൻ്റെ ഉള്ളതായിട്ടുള്ള സംഘർഷത്തിൻ്റെ ലിസ്റ്റ് കുറയും. സംഘർഷത്തിൻ്റെ ലിസ്റ്റ് കുറയാൻ ചിലർത്ഥം നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ളതായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിൻ്റെ ക്രിയേഷൻ കുറയും. അതനുസരിച്ച് ഉള്ളിലെ സംഘർഷം കുറയാൻ തുടങ്ങും, നെഗറ്റീവായിട്ടുള്ള പ്രഭാവം കുറയാൻ തുടങ്ങും. ആസ് എ റിസൾട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വൈബ്രേഷൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂവെങ്കിൽ യാതൊരു സംശയവും വേണ്ട. പതുക്കെ പതുക്കെ എത്ര ശതമാനം നെഗറ്റീവിൻ്റെ അളവ് കുറഞ്ഞ് പോസിറ്റീവിൻ്റെ ഡെപ്ത് കൂടുന്നുണ്ടോ അത്രയും പോസിറ്റിവിറ്റി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അതിന് യാതൊരു സംശയവുമില്ല. ഒരാൾക്കും തടയാനും പറ്റില്ല, ഒരാൾക്കും മാറ്റി നിർത്താനും പറ്റില്ല. യാതൊരു സംശയവും ഇല്ലാത്ത ഘടകമാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ആക്സെപ്റ്റൻസ് ലൈഫിൽ എല്ലാവരെയും അവരായിക്കൊണ്ട് സ്വീകരിക്കൂ. എല്ലാ സാഹചര്യത്തിനും അതുപോലെ സ്വീകരിക്കുക. ഒരു മോശം സാഹചര്യം വരാൻ പോകുന്നത് മാറ്റാൻ നമുക്ക് സാധിക്കുമോ? യെസ് യു ക്യാൻ. നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് അതോറിറ്റി ഉണ്ട്. ചിലർത്ഥം യു ഹാവ് എ ചാൻസ് എന്നാണ് പറയുന്നത്. അഥവാ പറ്റില്ല എങ്കിൽ അതിനെ അതുപോലെ സ്വീകരിക്കുക. അതിൽ നിന്നൊരു നന്മ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ചളി പൊതയുന്നതിലും തണുപ്പിലും വിഷമിക്കാതെ പുതിയൊരു തുടക്കത്തിന് വേണ്ടി കാത്തിരുന്നാൽ അത് നമ്മുടെ മനസ്സിനുള്ള സംഘർഷത്തെ കുറയ്ക്കും. നെഗറ്റിവിറ്റിയുടെ അളവ് വല്ലാതെ കുറയ്ക്കാൻ തുടങ്ങും. പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ നിന്ന് ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങും. ഇനി ഇത് ഒന്നാമത്തെ കാര്യം, അതാണ് നമ്മുടെ ആക്സെപ്റ്റൻസ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യാനുള്ളത് പോസിറ്റിവിറ്റീനെ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ പറയാറുണ്ട് കാലി മനസ്സെന്ന് പറയുന്നത് ചെകുത്താൻ്റെ വീടാണ് എന്നാണ് പറയുക. ഒരു മനുഷ്യൻ്റെ മനസ്സൊരിക്കലും കാലിയായിട്ട് നിൽക്കുകയില്ല. മനസ്സിൻ്റെ സംസ്കാരമാണ് അതെല്ലാ സമയത്തും തോട്ട്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് വേണ്ടതായിരിക്കുന്ന ഇൻപുട്ട് ഇന്ദ്രിയങ്ങളുടെ സപ്പോർട്ടോടു കൂടി പുറം ലോകത്ത് അത് സ്വീകരിച്ചു കൊണ്ടിരിക്കും. കണ്ടിട്ടോ കേട്ടിട്ടോ മണത്തിട്ടോ ഏതെങ്കിലും രീതിയിൽ. ഇതൊന്നും എവിടെ നിന്നും കിട്ടില്ലെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ട് അവിടെ സ്മൃതികളുടെ തലങ്ങളിൽ ഏതെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതെങ്കിലും എടുത്ത് ചേഞ്ച് ചെയ്യുക, അയവിറക്കുക, അതിൻ്റെതായിട്ടുള്ള എനർജി ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് എല്ലാ സമയത്തും പ്രവർത്തന നിരതമായിരിക്കുന്ന മനസ്സിൻ്റെ ഉള്ളിലേക്ക് അറിഞ്ഞുകൊണ്ട് പോസിറ്റീവ് തോട്ട്സിന് കൊടുക്കുകയും ആ തോട്ട്സ് ഇന്ന സമയത്ത് ഞാൻ ഇന്നത് ചിന്തിക്കും എന്ന ഒരു പ്ലാനിങ്ങോട് കൂടി മനസ്സിലെ സങ്കല്പത്തിന് വേണ്ടി ഒരു പ്ലാൻ ചെയ്തൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആ സങ്കല്പത്തിൽ നിരന്തരമായിട്ട് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ദിവസം കൊണ്ട് ഈ കാണുന്ന നെഗറ്റീവ് സ്റ്റേജിലേക്ക് ആരും എത്തിയിട്ടില്ല. ആദ്യം ഹൈലി പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ജീവിതത്തിൽ സിറ്റുവേഷൻ മാറുമ്പോൾ കൂടെ താമസിക്കുന്ന ആളുകൾ മാറുമ്പോൾ പതുക്കെ പതുക്കെ 100% റിയാക്റ്റീവായിട്ട് നെഗറ്റീവ് ആവുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് കാലം നല്ല ആളുകളെ കൂടെ ജീവിക്കുമ്പോൾ പതുക്കെ 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 ആ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആവുന്നവരെയും കണ്ടിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് നെഗറ്റീവും ആയിട്ടില്ല, ഒരു ദിവസം കൊണ്ട് പോസിറ്റീവും ആയിട്ടില്ല. നമ്മുടെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, പരിവർത്തനം ഉണ്ടല്ലോ, ആ ഒരു ഘടകം വരുന്ന സമയത്ത് ഞാൻ 7 ദിവസം ചെയ്തു, 21 ദിവസം ചെയ്തു, 10 ദിവസം ചെയ്തു, ഒരു മാസമായി ചെയ്യുന്നു, ഞാൻ ലിസ്റ്റ് ഇടാൻ തുടങ്ങും, കണക്കിടാൻ തുടങ്ങും, എനിക്കെന്തുകൊണ്ട് എന്നിട്ടും മാറിയിട്ടില്ല എന്ന്. അവിടെ ഞാൻ എടുത്തു പറയട്ടെ, ഒരു ദിവസമല്ല നമ്മുടെ ജീവിതം, ഒരാഴ്ചയല്ല നമ്മുടെ ജീവിതം, 21 ദിവസമല്ല നമ്മുടെ ജീവിതം. തീർച്ചയായിട്ടും 7 ദിവസം ചെയ്യുമ്പോൾ ചെറിയൊരളവിൽ മാറും. 21 ദിവസം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല പ്രഭാവശാലിയായിട്ട് മാറും. സംസ്കാരത്തിൽ അതിൻ്റെ എഫക്റ്റ് വരാൻ തുടങ്ങും. നിരന്തരമായി ചെയ്തു കഴിയുമ്പോൾ അത് നമ്മുടെ സംസ്കാരമായിട്ട് മാറും. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഈ നെഗറ്റിവിറ്റീനെ പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റാൻ പറ്റില്ല. നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യൂ. അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ പ്രഭാത സമയത്ത് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് സത്സംഗത്തിൽ പഠിക്കാറുണ്ട്. 100% പോസിറ്റീവായിട്ടുള്ള ലെസൺ മാത്രമാണ് ആ സമയത്ത് പഠിക്കുന്നത്. ആർക്കും പഠിക്കാം, നോ ഫീസ്. ഭഗവാൻ ടീച്ചറായിക്കൊണ്ട് ഈ ഭൂമിയിൽ വീണ്ടും പോസിറ്റിവിറ്റിയെ കൊണ്ടുവരാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോസിറ്റിവിറ്റീനെ പഠിക്കുകയും അതിനെ ഓർമ്മിക്കുകയും അറിഞ്ഞുകൊണ്ട് മനസ്സിന് ഇന്ന സമയത്ത് ഞാൻ ഇന്ന തോട്ടെ ക്രിയേറ്റ് ചെയ്യൂ. അതിൻ്റെ കണ്ടിന്യൂസ്, അതിനെങ്ങനെയാണോ ഞാൻ മഥനം ചെയ്ത് അത്തരം പോസിറ്റീവായിട്ടുള്ള തോട്ട്സിൽ രസിക്കാൻ എൻ്റെ മനസ്സ് തുടങ്ങുന്നതോട് കൂടിയിട്ട് നമ്മളറിയാതെ ഈ നെഗറ്റീവ് ഫാക്ടർ അങ്ങ് പോയിക്കോളും. അത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളെ, ഒന്ന് ആക്സെപ്റ്റൻസ്, ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇത് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു, ഇതും നല്ലതിന് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നേറാൻ, ഓരോരുത്തരെയും അവരായിക്കൊണ്ട് സ്വീകരിക്കാൻ, ഓരോ സാഹചര്യങ്ങളെ അതെങ്ങനെയോ അതുപോലെ സ്വീകരിക്കാനുള്ളതായിട്ടൊരു മനസ്സും,
എൻ്റെ ഉള്ളിൽ നിരന്തരമായിട്ട് പോസിറ്റിവിറ്റീനെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമമുണ്ടോ, എന്നാൽ 100% നെഗറ്റീവായിട്ടൊരു പേഴ്സണും 100% പോസിറ്റിവിറ്റിയുടെ അവസ്ഥയിലേക്ക് മാറാൻ പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. അതിനെ സഹായിക്കുന്ന ഒന്നാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ റെഗുലർ സ്റ്റഡീസും മെഡിറ്റേഷനും ഒക്കെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ലോകത്തെവിടെ ഇരുന്നും നിങ്ങളുടെ വീട്ടിൽ ഏത് ഗ്രാമത്തിലാണെങ്കിലും ഇൻ്റർനെറ്റിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തെ 100% പോസിറ്റീവാക്കി മാറ്റാനും സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.